ഞങ്ങൾ കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് ഞാൻ ആദ്യമായിട്ട് ബലൂൺ വീർപ്പിച്ചിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ബലൂൺസ് വീർപ്പിക്കണം. അപ്പം നമുക്ക് വീർപ്പിക്കാം. ഞങ്ങളെല്ലാവരും ഇവിടെ ബലൂൺ വീർപ്പിക്കേണ്ട തിരക്കിലാട്ടോ. അമ്മച്ചനാണെങ്കിൽ വീർപ്പിക്കുന്നു കിട്ടുന്നു. ഇവിടുത്തെ ആലുവിനാണെങ്കിൽ വീർപ്പിക്കാനേ പറ്റുന്നില്ല. കുറേ സമയം ശ്രമിച്ചു കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ബലൂണൊക്കെ എടുത്ത് തട്ടി കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടാളും അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തോ ഇവൻ ഫുള്ള് തട്ടിക്കളി. അവിടെ മുട്ടും ഇവിടെ മുട്ടും പൊട്ടുന്നും പറഞ്ഞാലും ചെക്കൻ നിർത്താനുള്ള പരിപാടിയില്ല കേട്ടോ. അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് പുറത്തോട്ട് പോയിട്ടോ. അത് കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയത്ത് അച്ഛമ്മയും അമ്മമ്മയും കൂടി ഇവിടെ ചക്ക നന്നാക്കണൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അച്ഛൻ മുറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു, അമ്മച്ചതാ ഫോണിലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അമ്മ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. മകൾക്ക് ചായ വെക്കായിരുന്നു, ഞാനിത് നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഞാനാണ് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലാണ് ഞാൻ ചെയ്തത്. പിന്നെ കുറച്ച് ടോയ്സും ഫ്ലവറും ഒക്കെ അതിനിടയ്ക്ക് വെച്ചു. പിന്നെ ഞാൻ കേക്ക് കാണാൻ പോയിട്ടോ. അച്ഛനായിരുന്നു കേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് വീഡിയോ എടുത്തു കേട്ടോ. ആദ്യം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ബ്ലൂബെറി മതി കേട്ടോന്ന്. കാരണം അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ബ്ലൂബെറി ആയിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ തുറന്നപ്പോഴോ ഞാൻ ഇതുവരെ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആയിരിക്കുമെന്ന്. ഞാൻ തുറക്കാൻ ഭയങ്കര ആകാംക്ഷയായേ. ഞാനൊരു പാർട്ടി പോപ്പർ ഉണ്ടായതാണ്. ഫെയിലായിട്ടൊന്നുമില്ല, പക്ഷെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഫുൾ പൊട്ടിച്ചു. അതുകൊണ്ട് കുറച്ചേ പൊട്ടിക്കാൻ ഉണ്ടായിട്ടുള്ളൂ. താരൂരേക്കുള്ള എക്സൈറ്റ്മെന്റ് ആട്ടോ എനിക്ക്. കാരണം എന്താ, കേക്ക് കഴിക്കാൻ കിട്ടുമല്ലോ. ഞാൻ കൈ അടിക്കാനൊക്കെ ആദ്യമേ വെക്കുന്നുണ്ട്. ഇവനാണെങ്കിലോ കേക്ക് മുറിക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിലും. പിന്നെ അച്ഛൻ അവനെ കൊണ്ട് മുറിപ്പിച്ചേ. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഓണാണോ ഓഫാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും ക്യാമറയിലോട്ട് നോക്കരുതെന്ന് പറഞ്ഞാല് അച്ഛമ്മ ക്യാമറയിലോട്ട് തന്നെ നോക്കിയിട്ടോ ആദ്യം. പിന്നെ അച്ഛൻ ആദ്യം ഒരു പീസ് അവന്റെ വായിൽ വെച്ചു കൊടുത്തു. അടുത്ത് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ച് കൈ നീട്ടിയപ്പോഴോ ഇതേണ്ടേ വീണ്ടും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവരും കൊടുക്കൽ. അതിനിടയ്ക്ക് ഞാൻ ചെറിയ തോണ്ടെടുത്തിട്ട് അവന്റെ കവളത്തൊന്ന് പൂശി. പക്ഷെ അവനത് ഇഷ്ടമായി പോയി. ഞാൻ വിചാരിച്ചു ഇഷ്ടമല്ലാതെ രണ്ട് തല്ല് കിട്ടുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായിട്ടോ. ഇവിടെയാണ് നമ്മുടെ സംഭവം നടക്കുന്നത്. എല്ലാവർക്കും കൊടുത്ത്, അത് അച്ഛച്ചേച്ചിക്ക് കൊടുത്ത്. അടുത്തത് അച്ഛമ്മയ്ക്കാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മച്ചനായിട്ടോ താരം ആദ്യം കൊടുത്തത്. പിന്നെ പറഞ്ഞു അച്ഛമ്മയ്ക്ക് കൊടുക്ക്. ഇതേ പോണവൻ അച്ഛമ്മ ചിരിയോട് ചിരി. അവിടെ കിടന്ന് അച്ഛമ്മ പറഞ്ഞു എടാ എനിക്കിതാ. അപ്പൊ അച്ഛമ്മയ്ക്ക് കൊടുത്ത്. താരകിനും ചിരി നിർത്താൻ വയ്യേ. രണ്ടുപേർ ചിരിയോട് ചിരിയായിരുന്നേ. പിന്നെ വീഡിയോ കട്ട് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു ഒക്കെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അവിടുന്ന് കുറെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് തീ എടുത്തിട്ടില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് അതിന്റെ മണ്ടയിലുള്ള എല്ലാ സാധനവും ഞാൻ എടുത്ത് വായിലിട്ടോ. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്കിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായിരുന്നു കേട്ടോ. ഇത് എന്ത് വെച്ചാ ഉണ്ടാക്കുന്നേ? ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റിന്റെ ഒക്കെ ചെറിയൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. വാനില ചോക്ലേറ്റിന്റെ അത് തന്നെയാണ് കേട്ടോ. പിന്നെ അവരും ഞാനും കൂടി വാഷ് ചെയ്യുന്നു ഗൈസ്. അത് നിങ്ങൾക്ക് ഓഫാക്കാൻ വരുമ്പോൾ കാണാം. ക്യാമറ ഓഫാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴിക്ക് വരുന്ന സമയത്താണ് നമ്മുടെ വാഷ് കാണും. അവിടെ എത്തുന്ന വരെ ചെക്കനെ അലറി കേട്ടോ. പിന്നെ ലാസ്റ്റ് നിന്ന് പിന്നെ ഞാനൊന്ന് കൊടുത്ത്. പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കലായിട്ടോ. അച്ഛമ്മയ്ക്ക് താഴെ തന്നെ ആയിട്ട് ഗിഫ്റ്റ് അങ്ങനെ. എന്നിട്ട് അച്ഛമ്മയ്ക്ക് കൊടുത്തേ. എന്നിട്ട് അവൻ പറഞ്ഞു അച്ഛമ്മ ബർത്ത്ഡേ സമയം ആകുമ്പോൾ എനിക്ക് തരണേന്ന്. അപ്പൊ എല്ലാവരും ചിരിച്ചു കേട്ടോ. പിന്നെ അവനറിയാലോ എന്താണ്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ എന്ത് ചെയ്തു, അവനൊരു സാധനം കൊടുത്തേ. അപ്പോഴും അവൻ പറഞ്ഞു എനിക്കറിയാതെ എന്താന്ന്. കാരണം ഞാൻ കമ്പ്യൂട്ടർ വഴി കണ്ടു. ഇവനെ കൊണ്ട് തോറ്റു. പിന്നെ എന്റെ ഗിഫ്റ്റ് അവൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അവന് കൊടുത്തു ധൈര്യമായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഉമ്മ കൂടി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളൊരു ഉമ്മയൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ് ഞാൻ അവനോട് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരുത്തി പോയി. ഞാനല്ല അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ ബഹളമൊക്കെ ഉണ്ടായി. പിന്നെ അമ്മച്ചൻ അവന് സൂപ്പർ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവന് ഗിഫ്റ്റ് ഇതായിരുന്നു. ഞാനാട്ടോ വാച്ച് കൊടുത്തത്.
ഇത് ലൈറ്റ് ഒക്കെ കത്തുന്നു, പക്ഷെ ലൈറ്റ് എവിടെ കത്തണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് അച്ഛൻ കൊടുത്തതാട്ടോ, ഇത് അച്ഛമ്മ കൊടുത്തതാണേ. ഈ 2 ഷർട്ടും അമ്മച്ചൻ വാങ്ങിച്ചു കൊടുത്തതാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുവപ്പായിരുന്നു അവൻ ബർത്ത്ഡേ പരിപാടിക്ക് ഇട്ടത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നടക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും ബൈ.